നമസ്കാരം. പ്രധാന വാർത്തകൾ. സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ട് വീണ്ടും കർണാടക ഗവർണർക്ക് കത്ത്. ബംഗളൂരു സ്വദേശി എച്ച് രാമമൂർത്തി എന്നയാളാണ് ഇത്തവണ ഗവർണറെ സമീപിച്ചത്. 2015 ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യണമെന്നാണ് ഗവർണർക്ക് നൽകിയ കത്തിൽ രാമമൂർത്തി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 9 സ്വകാര്യ കമ്പനികൾക്ക് ഖനനത്തിന് അനുമതി നൽകിയത് വഴി സംസ്ഥാന ഖജനാവിന് 5000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് എച്ച് രാമമൂർത്തി ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. നേരത്തെ മൈസൂരു നഗരവികസന അതോറിറ്റി ഭൂമി അഴിമതി കേസിലും സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലുമാണ് ഗവർണർ വിചാരണയ്ക്ക് അനുമതി നൽകിയത്. മൂഡ കേസ് നിലവിൽ ED അന്വേഷിച്ചു വരികയാണ്. സ്വർണ്ണവിലയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധന. ചരിത്രത്തിൽ ആദ്യമായി ഒറ്റ ദിവസത്തെ ഏറ്റവും വലിയ വർധനയിൽ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് പവന് 2160 രൂപ വർദ്ധിച്ച് 68,480 രൂപയായി. ഇന്ന് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 74,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധം സ്വർണ്ണവില കുതിപ്പിന് കളമൊരുക്കി. അന്താരാഷ്ട്ര സ്വർണ്ണവില ഒറ്റ ദിവസം ചരിത്രത്തിൽ ആദ്യമായി $100 വർദ്ധിച്ചത്. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,126 രൂപയുടെ വിനിമയ നിരക്ക് 86.23 കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. AC മൊയ്തീൻ, MM വർഗീസ് എന്നിവരെ പ്രതി ചേർക്കാൻ അനുമതി. 20 പ്രതികൾ അടങ്ങുന്ന 2ാം ഘട്ട പ്രതിപട്ടികയ്ക്ക് ED ആസ്ഥാനം അനുമതി നൽകി. 3ാം ഘട്ട പ്രതിപട്ടികയ്ക്ക് കൂടി അംഗീകാരം ലഭിച്ച ശേഷമാകും കുറ്റപത്രം സമർപ്പിക്കുക. ക്രമക്കേടിലൂടെ ലോൺ തരപ്പെടുത്തിയവരും കേസിൽ പ്രതികളാകും. ED ഹെഡ്ക്വാർട്ടേഴ്സാണ് പ്രതിപട്ടിക അംഗീകരിച്ചത്. കേസിലാകെ 80-ലധികം പ്രതികൾ വരും എന്നാണ് വിവരം. കൂടുതൽ CPM നേതാക്കൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന വിവരം. വൃദ്ധ ദമ്പതികളെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട വലിയന്തി സ്വദേശികളായ അപ്പുനാരായണൻ, രാജമ്മ എന്നിവരാണ് മരിച്ചത്. റേഡിയോയിൽ ഉച്ചത്തിൽ പാട്ടുവെച്ച ശേഷം തൂങ്ങി മരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. മരുമകളും കൊച്ചുമക്കളും വീട്ടിലുണ്ടായിരുന്നു. ഇവർ കേൾക്കാതിരിക്കാനാണ് ഉച്ചത്തിൽ പാട്ടുവെച്ചത്. മാനസിക പ്രയാസമുള്ളവരാണോ എന്ന് സംശയിക്കുന്നുവെന്നും പോലീസ് അറിയിച്ചു. നഴ്സിംഗ് കോളേജിലെ റാഗിംഗ്. പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് പ്രതികൾക്ക് ജാമ്യം. വിദ്യാർത്ഥികളായ സാമുവൽ ജോൺസൺ, NS ജീവ, റിജിൽജിത്ത്, KP രാഹുൽ രാജ്, NV വിവേക് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രതികളുടെ പ്രായവും മുമ്പ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും കണക്കിലെടുത്താണ് ജാമ്യം. കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു.